റെഡി. നീ കുറച്ച് എനർജി ആയിട്ടിരുന്നേ, ഒരു ഉഷാറില്ലാത്ത പോലെ. നീ തുടങ്ങ്, ഒക്കെ റെഡിയാവും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലൈഫ് ടുഗദർ. ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് അല്ലടാ? അതെ, ആക്ച്വലി ഞങ്ങൾക്കല്ല, പിന്നാർക്കാണെന്നല്ലേ? നിങ്ങൾക്ക് തന്നെ. അതെ ഗൈസ്, നമ്മൾ ഇന്നലെ 100K സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഞങ്ങളടുത്ത് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം നൽകാൻ പോകുന്നു. അതെ ഗൈസ്, കാന്റ് വെയിറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആരാണ് ആദ്യം ഇഷ്ടാന്ന് പറഞ്ഞത്? നീ. അത് ഞാൻ തന്നെയാണ്. പക്ഷെ നിനക്കെന്നോട് ആദ്യം ക്രഷ് ഉണ്ടായിരുന്നില്ലേ? അത് ശരിയാ, പക്ഷേ ക്വസ്റ്റ്യൻ അതല്ലല്ലോ. വേണ്ടായിരുന്നു. ഐ എം ജസ്റ്റ് ജോക്കിംഗ് ബേബ്. യെസ് ഗൈസ്, ഞാൻ തന്നെയാണ് ആദ്യം ഇഷ്ടാന്ന് പറഞ്ഞത്. ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി അബൌട്ട് ദാറ്റ്. യാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് കൂടുതലും അടികൂടാറുള്ളത്? ഇതന്നെ, വ്ലോഗ് ചെയ്യാൻ. നീ എന്തിനാ അത് പറഞ്ഞത്? അതിനെന്താ, സത്യല്ലേ, നമ്മൾ അതിനല്ലേ കൂടുതൽ വായിക്കണ്ടാവാറ്. അതിന് നാട്ടുകാരെയും കൂടെ അറിയിക്കണോ? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞല്ലേ, നമ്മൾ എന്താന്നല്ല, വ്യൂവേഴ്സിന് എന്താണ് വേണ്ടത് അതാന്ന് കൊടുക്കണ്ട്. ഓ, അതിനിപ്പോ പ്രശ്നമാക്കണ്ട, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ കട്ട് ചെയ്തോളാം. പ്രശ്നാക്കാൻ പറഞ്ഞാന്നോ? സത്യല്ലേ? ഞാൻ കട്ട് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. കട്ട് ചെയ്ത് വ്ലോഗിന്റെ ഫ്ലോയും പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തിനെ ചൊല്ലിയാണ് അധികവും അടികൂടാറുള്ളത്? ഡ്രസ്. പുറത്തിറങ്ങുമ്പോ ഏത് ഡ്രസ് ഇടണം എന്നതിനെ ചൊല്ലി. അതെ ഗൈസ്, പുറത്തിറങ്ങുമ്പോൾ ഏത് ഡ്രസ് ഇടണം എന്നതിനെ ചൊല്ലിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവാറുള്ളത്. ഒരു പർച്ചേസിനൊക്കെ പോയാ അടിയോട് അടിയായിരിക്കും. നിങ്ങൾ എന്തിനെ ചൊല്ലിയാണ് അധികവും അടികൂടാറുള്ളത്? ഡ്രസ്. പുറത്തിറങ്ങുമ്പോ ഏത് ഡ്രസ് ഇടണം എന്നതിനെ ചൊല്ലി. അതെ ഗൈസ്, പുറത്തിറങ്ങുമ്പോൾ ഏത് ഡ്രസ് ഇടണം എന്നതിനെ ചൊല്ലിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവാറുള്ളത്. ഒരു പർച്ചേസിനൊക്കെ പോയാ അടിയോട് അടിയായിരിക്കും. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്നാ പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ആരാണ് ഏറ്റവും അധികം ഫോൺ യൂസ് ചെയ്യുന്നത്? ആരായിരിക്കും ഗൈസ്? ഞങ്ങളിൽ ആരാ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ആ സൗണ്ട് ഒന്ന് കുറക്കോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യൂ ഗൈസ്. എടി, നിനക്ക് വ്ളോഗൊക്കെ തുടങ്ങി ഈ ഇടയായിട്ട് നമ്മൾ റിയാലിറ്റിന്ന് വിട്ടുപോകുന്ന പോലെ തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ തോന്നാൻ? അല്ല, നമ്മളൊന്നും മര്യാദക്ക് സംസാരിച്ചിട്ട് എത്ര ദിവസമായി? അതിന് നമ്മളെപ്പോഴും ഒരുമിച്ചല്ലേ ഉണ്ടാവാറ്, പിന്നെന്താ അങ്ങനെ തോന്നാൻ? എനിക്ക് വ്ളോഗും പരിപാടിയൊന്നും ഒട്ടും റിയലായിട്ട് തോന്നുന്നില്ല. ഇതാണ് റിയാലിറ്റി. ഇതെന്തോ സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിനും വേണ്ടി ജീവിക്കുന്നൊരു ഫീലാണ്. നമ്മൾ കുറച്ചുകൂടെ റിയലായിരുന്നു പണ്ട്, ബട്ട് ഇപ്പോ... ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ലേ വെറുതെ ഓവർ തിങ്ക് ചെയ്യരുതെന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്കിന്ന് നൈറ്റ് പുറത്തെല്ലാം പോയിട്ട് വരാം. വന്നേ, ടൈമായി. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് അഡ്വൈസ് തരാൻ വേണ്ടിയാണ്. some relationship advice and tips. Yes guys, ഇപ്പോഴുള്ള റിലേഷൻഷിപ്സ് ഒക്കെ പെട്ടെന്ന് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ട്നേഴ്സ് ആർ സെപ്പറേറ്റിംഗ് ഈസിലി. സോ നമ്മളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയി കൊണ്ടുപോകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. The first thing is understanding. ഒരു റിലേഷൻഷിപ്പിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതെ ഗൈസ്, തമ്മിൽ കെയറും പ്രയോറിറ്റി ഒന്നും കൊടുക്കാണ്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അതെ ഗൈസ്, നമ്മുടെ പാർട്ട്ണർക്ക് ഒരു ഈക്വൽ സ്പേസ് നമ്മുടെ റിലേഷൻഷിപ്പിൽ കൊടുക്കുക അത്രയും ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് അഡ്വൈസ് തരാൻ വേണ്ടിയാണ്.
ഇപ്പോഴുള്ള റിലേഷൻഷിപ്സ് ഒക്കെ പെട്ടെന്ന് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ട്നേഴ്സ് ആർ സെപ്പറേറ്റിംഗ് ഈസിലി. സോ നമ്മളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയി കൊണ്ടുപോകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഡാ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സിന്റെ ഒപ്പം. കോപ്പ് എന്തുപറ്റി? നീ എന്നല്ലേ പറഞ്ഞു നമുക്കിന്ന് പുറത്തു പോവാന്ന്? ഓ, ഞാനത് മറന്നുപോയി. അവരോടാണെങ്കിൽ വരാന്ന് പറഞ്ഞും പോയി. ഇനി പോവാണ്ടിരിക്കാൻ പറ്റൂല. വെറുതെ റിലേഷൻഷിപ്പ് അഡ്വൈസ് കൊടുത്താൽ മാത്രം പോരാ, സ്വന്തം ലൈഫിൽ അത് ഉണ്ടോന്ന് കൂടി നോക്കണം. എനിക്ക് നിന്നോട് തർക്കിച്ചിക്കാൻ നേരമില്ല. എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. ബൈ. എന്തേലും ചെയ്യും. എടാ, ഞാൻ ഇന്ന് വരുന്നില്ല കേട്ടാ. കുറച്ച് ലേറ്റ് ആവും. നീ കിടന്നോ. നീ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അതാ ചോദിച്ചേ, അതിനൊരു പ്രോപ്പർ റീസൺ വേണ്ടേ? എടി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലൈഫായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഐ വാണ്ട് എ ബ്രേക്ക്. സി, നമ്മളുടെ ഇപ്പോഴത്തെ വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട്. ഈ സമയത്ത് നീ ഇങ്ങനെ പറയല്ലേ? ഞാൻ മെന്റലി ഒട്ടും ഓക്കെ അല്ല. നീ അതൊന്ന് മനസ്സിലാക്ക്. വെറുതെ ഓവർ തിങ്ക് ചെയ്യുന്നോണ്ടല്ലേ? അതൊന്നുമല്ല, ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് തന്നെ. കഴിയുമെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്ക്. അറ്റ്ലീസ്റ്റ് നമുക്ക് പീസ്ഫുള്ളായ കുറച്ച് സമയം കിട്ടുമല്ലോ. ഇപ്പൊ എന്താ കുഴപ്പം? നമ്മളുടെ 2-3 വീഡിയോസ് അതിപ്പോ 1 മില്യൺ വ്യൂസ് ആവും. നീ എന്താ അതിനെ കുറിച്ച് ആലോചിക്കാത്തെ? ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാ. നീ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ദിവസം ഞാൻ വീഡിയോയിൽ ഉണ്ടാവില്ല. നീ എന്തേലും ചെയ്, ഞാൻ എന്തായാലും നിർത്താൻ പോകുന്നില്ല. ഹായ് ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്നല്ലേ? ഇന്നലെ ഞങ്ങൾ ചെറുതായി ഒന്ന് അടിയുണ്ടായി. ഞാൻ കുറച്ച് റൂഡായി സംസാരിച്ചു. ഇന്ന് അവനൊരു സർപ്രൈസ് ഉണ്ട്. എന്താണ് സർപ്രൈസ് എന്നല്ലേ? ഒരു ചെറിയൊരു പ്രാങ്ക്. ഡാ ഡാ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തിനാ? വ്ളോഗാനാണെങ്കിൽ ഞാൻ ഇല്ല. അതൊന്നല്ല, ഇങ്ങോട്ട് വാ. എന്തിനാ വിളിച്ചേ? ഡാ, ഇന്നലെ ഞാൻ കുറച്ച് റൂഡായ പോലെ സംസാരിച്ചു. സോറി. ദാറ്റ്സ് ഓക്കെ. വേറൊരു കാര്യം കൂടിയുണ്ട്. അന്ന് രാത്രി ഞാൻ ഇറങ്ങിപ്പോയില്ലേ? അന്ന് ഞാൻ കിരണിന്റെ ഒപ്പായിരുന്നു. എന്നിട്ട് വി വേ ഡ്രങ്ക് ആൻഡ് ഞങ്ങള് ഫിസിക്കലി എനിക്കറിയാം നിനക്കിത് എത്ര ഹാർഡായിരിക്കുമെന്ന്. പക്ഷെ ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കില്ല. പ്രോമിസ്. ഗൈസ്, ഇത്രേ ഉള്ളൂ ഇവൻ. എങ്ങനെയുണ്ട്? ഇതെന്താ പ്രാങ്ക് ആണോ? വെയിറ്റ്, പറയാം. നിർത്തിതെന്താ പ്രാങ്ക് ആണോന്ന്? നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ വീഡിയോ ഒന്നും ഇല്ലെന്ന്. പിന്നെ എന്തിനാ? ഇതൊരു പ്രാങ്ക് അല്ലേ? ഇത് തേങ്ങയാണെങ്കിൽ നീ ആ കിരണിന്റെ കാര്യം പറഞ്ഞ പ്രാങ്ക് ആണോ റിയൽ ആണോ? എന്ത് പ്രാങ്ക് ആണോ റിയൽ ആണോന്ന്? ഭ്രാന്ത്. എടി, പ്രാങ്ക് ആണോ റിയൽ ആണോന്ന്? നിനക്കെന്താ തോന്നുന്നേ? എടി, പ്രാങ്ക് ആണോ റിയൽ ആണോന്ന് പറയാനല്ലേ പറഞ്ഞേ? റിയലാ? എന്തേ?